ഹലോ ഡേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 25,100 ലെവൽ ഇന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 100-ലേറെ പോയിന്റ് നിഫ്റ്റി ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 386 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് ഇടിവിൽ ഓട്ടോ സെക്ടേഴ്സ്, ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം തന്നെ നിഫ്റ്റീനെ ശക്തമായ രീതിയിൽ ഡ്രാഗ് ചെയ്യാനായിട്ട് മുൻപന്തിയിൽ നിന്ന്, എസ്പെഷ്യലി ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ജാഗ്രോ ലാൻഡ് റോവറിൻ്റെ പ്രൊഡക്ഷൻ അത് പോസ് ചെയ്തത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാരണമാണ് ഇന്ന് ടാറ്റ മോട്ടോഴ്സിന് വിനിയായത്. കൂടാതെ ഇന്ന് റിയാലിറ്റി മേഖലയിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസും എല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അദാനി ഗ്രീൻ, അദാനി എൻ്റർപ്രൈസസ്, അദാനി ടോട്ടൽ ഗ്യാസ് എല്ലാം തന്നെ 6% അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. കൂടാതെ ഇന്ന് ക്യാപിറ്റൽ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി നമ്മൾ BSEയിൽ 2%-ലേറെ ഫോൾ രേഖപ്പെടുത്തി. കാരണം സെബി ഈ വീക്ക്ലി ഓപ്ഷൻ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ അത് നിർത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾ കുറച്ചും കൂടി ശക്തി പ്രാപിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കും ICICI ബാങ്കും ഉൾപ്പെടെയുള്ള മുൻനിര ബാങ്കിങ് കമ്പനീസിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മിൻഡ കോർപ്പ് എല്ലാം തന്നെ ഇവരുടെ റവന്യൂ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്ത്. കാരണം ഈ മിൻഡ കോർപ്പ് എല്ലാം തന്നെ 7%-ലേറെ റാലി രേഖപ്പെടുത്തിയതും നമ്മൾ കണ്ടു മിഡ് ക്യാപ്പ് സെക്ടറിൽ. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നമുക്ക് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണാം. FTSE നെഗറ്റീവ്, CAC 40 നെഗറ്റീവ്, ഡാക്സ് ജർമ്മൻ മാത്രം പോസിറ്റീവ്. ഇന്ത്യ വിക്സ് ഇന്ന് ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. സ്പൈക്ക് ചെയ്തിട്ടില്ല, 1.25% ക്രാഷ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് പ്ലസ്, കൊറിയ നെഗറ്റീവ്, ചൈന പ്ലസ്, ഓസ്ട്രേലിയ 81 പോയിൻറ്റ് മൈനസ്. ഗോൾഡ് ഇന്ന് ഫർദറായിട്ട് ഇന്ന് റാലി ഉണ്ടാക്കിയിട്ടില്ല. ഒരു $3 റാലി ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. നിഫ്റ്റി നമുക്ക് ഓപ്പൺ ആയത് കാണാം, ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. പിന്നീട് 25,060 ഒരു സപ്പോർട്ടായിട്ട് നിന്നു. പിന്നീട് ഒന്ന് പൊട്ടി 25,000 സപ്പോർട്ടായിട്ട് വന്നു. വീണ്ടും നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് റാലി രേഖപ്പെടുത്തി 25,150 വരെ പോയി. വീണ്ടും ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്നലത്തെ ആ ഒരു വി ഷേപ്പ് റിക്കവറി ഇന്ന് നമ്മൾ കണ്ടില്ല. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ, ഒന്ന് മുകളിലേക്ക് പോയി. പക്ഷേ ഹയർ ലെവലിൽ കനത്ത സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. കാരണം FIs ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ 3,500 കോടി രൂപയിൽ മുകളിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ എല്ലാം തന്നെ ന്യൂയോർക്കിൽ ഡയറക്റ്റ് 2ാം ഘട്ടം 3ാം ഘട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട്. കൂടാതെ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു നിഫ്റ്റിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, അദാനി സ്റ്റോക്ക് അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്ക്, ഓട്ടോ സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങളായിട്ടത് പോസിറ്റീവായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് ട്രിഗർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം. എനിവേ, നമുക്ക് നെക്സ്റ്റ് മന്ത് സെക്കൻഡ് വീക്കാണ് നമ്മളുടെ Q2 റിസൾട്ട് ഫലങ്ങൾ വരുന്നത്. നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി നെക്സ്റ്റ് മന്ത് മിഡോട് കൂടിയിട്ട് നമുക്ക് ദീപാവലി, മുഹൂർത്ത് ട്രേഡിങ്, ഒക്ടോബർ തന്നെ 3 കലണ്ടർ അവധിയുണ്ട്. അതായത് NSE 3 ദിവസത്തിലേറെ ഒക്ടോബർ മാസം പ്രവൃത്തി ദിവസമല്ല. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. ബിസ്മൈറ്റ് ട്രേഡിങ്ങിൽ ഹോളിഡേ കലണ്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതനുസരിച്ചൊക്കെ മാർക്കറ്റിൽ ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ചൊരു ഷോർട്ട് വെക്കേഷൻ ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യാനായിട്ട് NSE ബിസ്മൈറ്റ് ട്രേഡിങ്ങിൽ നമ്മളുടെ ഹോളിഡേ കലണ്ടറിൽ ഞാൻ പൊതുവേ ആ ഒരു കലണ്ടർ നോക്കിയിട്ടാണ് ട്രാവലൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാറ്. മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങൾ പരമാവധി ട്രാവൽ ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. ഇനി സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷനൊന്നുമല്ല, കളക്ട് ചെയ്ത വാർത്തകളാണ്. റിലയൻസായിട്ട് സംബന്ധിച്ച ന്യൂസ് 1,256 കോടി രൂപയുടെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് തമിഴ്നാട്ടിൽ ചെയ്യാൻ കമ്പനി ധാരണയായി. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി $1 ബില്യൺ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ്, ഓങ്കോളജി ക്യാൻസർ ഡ്രഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് ഹെങ്കുരി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് സൈൻ ചെയ്തു. പോളി മെഡിക്യൂർ കമ്പനി അവർ സിറ്റി ഗ്രൂപ്പിലെ 324 കോടി രൂപ കൊടുത്ത് ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ലുപ്പിൻ കമ്പനി ഫാർമ കമ്പനിയാണ്. ഇവരുടെ പുതിയ HIV ഡ്രഗ് അതിൻ്റെ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. SMC ഗ്ലോബൽ കമ്പനി 1:1 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 475 കോടി രൂപയുടെ വിൻഡ് പ്രൊജക്റ്റ് ഓർഡർ ലഭിച്ചു. NTPC കമ്പനി
ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ കമ്പനി പ്ലാനുണ്ട്. ഷിപ്പിംഗ് കമ്പനികൾക്ക് ഗവൺമെൻറ് ഏകദേശം 69,725 കോടി രൂപയുടെ ഷിപ്പ് ബിൽഡിംഗ് മറൈൻ സ്കീംസ് അപ്രൂവ് ആക്കിയിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി യു കെയിലുള്ള ഒരു കമ്പനിയായിട്ട്, യു കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് $4 മില്യൺ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. അംബുജ സിമെൻറ്റ് ആന്ധ്രാപ്രദേശിൽ ഇവരുടെ പുതിയ ഗ്രൈൻഡിങ് യൂണിറ്റ് അവർ കമൻസ് ചെയ്തു. യുണൈറ്റഡ് പോളിഫാബ് കമ്പനി 2.7 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻ മിൽ പ്രൊജക്റ്റ് ജാംനഗറിൽ ആരംഭിച്ചു. ഐഡിയ ഫോർജ് കമ്പനി ഇവർ ബ്രഡ്ജ് ഇൻകോർപ്പറേഷനായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാർ ഏർപ്പെട്ടു. ONGC കമ്പനി ഇവർ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് 3GM എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തു. സായി സിൽക്ക് കമ്പനി അവരുടെ 73ാമത്തെ സ്റ്റോർ ആന്ധ്രാപ്രദേശിൽ കമ്പനി ഓപ്പൺ ആക്കി. ഡോക്ടർ അൽപത് ലാബ് കമ്പനി ന്യൂഡൽഹിയിൽ 74 ഏക്കർ പ്രോപ്പർട്ടി ബൈ ചെയ്തു. സ്വാൻ ഡിഫൻസ് കമ്പനി ഇവർ റോയൽ IHC എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് വെസൽസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായി. L&T കമ്പനി BL ആയിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ കരാറിലേർപ്പെട്ടു. PNG ജ്വല്ലേഴ്സ് കമ്പനി കാൺപൂരിൽ അവരുടെ പുതിയ സ്റ്റോർ കമ്പനി ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. സ്വാഭാവികമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യണം. നമുക്ക് നാളെ യു എസിൻ്റെ GDP ഡേറ്റ വരുന്നുണ്ട് നാളെ ഇതേ സമയം. അപ്പോൾ നാളെ ഇതേ സമയം മീൻസ് നാളെ ഏതെങ്കിലും പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്താൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മളുടെ ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ ട്രേഡബിൾ ടാബിലുണ്ട്. അവിടെ ഗ്ലോബൽ ഈവൻറ്റിൽ ഓരോ രാജ്യങ്ങളുടെയും ഈവൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ഈവൻറ്റ് നോക്കുക, അതനുസരിച്ച് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ വലിയ രീതിയിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഈവൻറ്റ് ബേസ് ചെയ്ത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ട്രേഡിങ് ടൈമിലാണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ഈ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ട്രേഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും പല സമയങ്ങളിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെയ്യാത്ത ഇതുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിൽ ഞാനിന്ന് പ്രശ്നത്തിലായേനെന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഇതേ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾക്ക് എഗെയിൻസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയും സീവിയർ ലോസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും ട്രേഡ് ചെയ്യുന്നതാണ് എല്ലായ്പ്പോഴും ഉചിതം. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു റൂള് എല്ലാ ആളുകളും പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റിൽ കാണാം. ചാനലിലെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.